നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ തിരൂർക്കാട് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 2. അപകടത്തിൽ പരിക്കേറ്റ വണ്ടൂർ സ്വദേശിനി 20-കാരി ഷെൻഫയും മരിച്ചു. ശനിയാഴ്ചയുണ്ടായ അപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശി ശ്രീനന്ദയും മരിച്ചു. വാണിയംകുളത്ത് കിണറിൽ വീണ ഗ്രില്ലെടുക്കാനിറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു. പുലാശ്ശേരി വീട്ടിൽ ഹരിയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന SFIക്കാരെ കുറ്റക്കാരായി ചിത്രീകരിക്കാൻ പ്രതിപക്ഷം ഗൂഢനീക്കം നടത്തുകയാണെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ്. കളമശ്ശേരി ക്യാമ്പസിലുണ്ടായ സംഭവം ആവർത്തിക്കാൻ പാടില്ലാത്തതെന്നും SFI ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാന പ്രസിഡന്റ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനം പ്രഥമ പരിഗണന നൽകി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് VK ശ്രീകണ്ഠൻ MP. അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MP. സ്റ്റേഷൻ MP സന്ദർശിച്ചു. ചെർപ്പശ്ശേരി പന്നിയംകുറിശി തൂതാർ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചു. 4 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. ഏറെക്കാലമായുള്ള യാത്രാ ദുരിതത്തിന് അറുതിയാകുമെന്ന് പ്രതീക്ഷ. വിശദമായ വാർത്തകൾ നോക്കാം. പെരിന്തൽമണ്ണ തിരൂർക്കാട് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 2. വണ്ടൂർ കൂരിക്കുണ്ട് പാറാഞ്ചേരി നൌഷാദിന്റെ മകൾ 20-കാരി ഷെൻഫയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കോളേജ് വിദ്യാർത്ഥി മണ്ണാർക്കാട് അരിയൂർ സ്വദേശി 20-കാരിയായ ശ്രീനന്ദ ശനിയാഴ്ച വൈകിട്ട് മരണപ്പെട്ടിരുന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് ITCക്ക് സമീപം ശനിയാഴ്ച വൈകിട്ടുണ്ടായ വാഹനാപകടത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. KSRTC ബസും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരണപ്പെട്ടു. വണ്ടൂർ പറഞ്ചേരി വീട്ടിൽ നൌഷാദിന്റെ മകൾ ഷെൻഫയാണ് മരിച്ചത്. കോഴിക്കോട് JDT കോളേജിൽ ഫിസിയോതെറാപ്പി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഷെൻഫ. അപകടത്തിൽ പരിക്കേറ്റ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥി ശ്രീനന്ദ ശനിയാഴ്ച വൈകിട്ട് മരണപ്പെട്ടിരുന്നു. ഇതോടെ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 2. തിരൂർക്കാട് വാഹനാപകടത്തിൽ മരിച്ച ശ്രീനന്ദയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മണ്ണാർക്കാട് മേലെ അരിയൂരിലെ ചെറുവള്ളൂർ വാര്യത്തേക്ക് സഹപാഠികളും നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ തിരൂർക്കാട് ഞായറാഴ്ച നടന്ന വാഹനാപകടത്തിൽ KSRTCയിലെ യാത്രക്കാരിയായിരുന്നു ശ്രീനന്ദ. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ അവസാന വർഷ BCA വിദ്യാർത്ഥിയായിരുന്ന ശ്രീനന്ദ പ്രൊജക്റ്റ് ആവശ്യാർത്ഥം കോഴിക്കോട് പോയി മടങ്ങുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ശ്രീനന്ദയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30ഓടെയാണ് മൃതദേഹം അരിയൂരിലെ വീട്ടിലെത്തിച്ചത്. കോളേജ് വിദ്യാർത്ഥികളും സഹപാഠികളും ബന്ധുക്കളും നാട്ടുകാരുമായി 100 കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ തടിച്ചുകൂടിയത്. വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം സ്വവസതിയിൽ സംസ്കരിച്ചു. വാണിയംകുളം പുലാച്ചിത്തറയിൽ കിണറിലകപ്പെട്ട ഗ്രില്ല് മുകളിലേക്ക് ഉയർത്താൻ കിണറ്റിൽ ഇറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു. പുലാശ്ശേരി വീട്ടിൽ 38-കാരനായ ഹരിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. കിണറിൽ അകപ്പെട്ട ഗ്രില്ല് മുകളിലേക്ക് കയറ്റാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ഹരി. ശ്വാസം കിട്ടാതെ ഹരി കിണറ്റിൽ വീണു. ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി ഹരിയെ പുറത്തെത്തിച്ച് ഉടൻ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. യുവതലമുറയെ അരാഷ്ട്രീയവാദികളും ലഹരിയുടെ ഇരകളുമാക്കി ഇടത് രാഷ്ട്രീയത്തെയും ഇടത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയും തകർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢനീക്കമാണ് കളമശ്ശേരി സംഭവമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറഞ്ഞു. മാനവികതയാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി SFI മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശിവപ്രസാദ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന SFIക്കാരെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നു. ഏത് വിഷയത്തിലാണ് SFIക്കെതിരെ അടിസ്ഥാനപരമായ തെളിവുകളുമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമെന്നാണ് മറുപടി. ലഹരിക്കെതിരെ ഉയർന്നുവരുന്ന കൂട്ടായ പ്രതിരോധം തകർക്കുകയാണ് ഇത്തരത്തിൽ SFIയെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നതിലൂടെ വലതുപക്ഷം ലക്ഷ്യമിടുന്നത്. കളമശ്ശേരി സംഭവം ഒരു ക്യാമ്പസിലും നടക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ഉൾപ്പെട്ട SFIക്കാരൻ സംഘടനയിൽ പ്രവർത്തിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ സംഘടനയാണ് SFI. മറുപക്ഷത്ത് അങ്ങനെ പറഞ്ഞതായി കേട്ടില്ലെന്നും ശിവപ്രസാദ് പറഞ്ഞു. ഏത് വിഷയത്തിലാണ് ഇവർക്ക് സത്യസന്ധമായി SFI ചേർത്ത് വെക്കാൻ വേണ്ടി കഴിയുന്നത്? നിങ്ങൾ നോക്ക്, ഈ അടുത്ത കാലത്തായി മാധ്യമങ്ങൾ SFIക്കെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വിഷയം
ഇതിപ്പോ പൊതുവേദിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറെ നിഷ്പക്ഷരായ മനുഷ്യരും ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ ന്യായമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കണം. ഈ സമീപകാല കേരളത്തിൽ SFIക്കെതിരായി ഈ മാധ്യമങ്ങളും വലതുപക്ഷവും ചേർന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഏത് വിഷയമാണ് അടിസ്ഥാനപരമായ തെളിവുകളിലൂടെ SFIക്കെതിരെ തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് എണ്ണം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തെല്ലോ ഉയർത്തി പൂക്കോട് വിദ്യാർത്ഥി മരിച്ചു, ആത്മഹത്യ ചെയ്തു, SFI അറ്റത്ത് എഴുതി അല്ലേ, എഴുതിയില്ലേ? ഉയർന്നു വരുന്ന ഓരോ വിഷയത്തിന്റെയും അറ്റത്ത് ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് SFI ആണ് എന്ന് എഴുതി വെക്കാൻ അവർ തയ്യാറാണ്. പണ്ട് നമ്മള് പക്ഷെ എന്താ പ്രശ്നം, ഈ ഉയർന്നു വരുന്ന ഏകമായി നാം ഉയർത്താൻ ശ്രമിക്കുന്ന, ഒരുമിച്ച് ഉയർത്താൻ ശ്രമിക്കുന്ന പ്രതിരോധത്തെ ഇവർ ദുർബലപ്പെടുത്തുന്നു എന്നാണ് പ്രശ്നം. ഇതിന്റെ കാരണം നമ്മൾ പഠിച്ചപ്പോഴാണ് കളമശ്ശേരിയിൽ ഉണ്ടായത് ഇതിന്റെ യഥാർത്ഥ കാര്യകാരണങ്ങൾ നമുക്ക് വിശദീകരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ പ്രതിരോധത്തെ തകർക്കേണ്ടത് ഇപ്പോ കേരളത്തിൽ വലതുപക്ഷത്തിന്റെ ആവശ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയവും കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് എന്നതുകൊണ്ട് തന്നെ ആ ഇടതുപക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ തകർക്കണമെങ്കിൽ അവരെ അരാഷ്ട്രീയവാദികളും ഈ ലഹരി മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ ഉള്ളവരുമാക്കി മാറ്റണം എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. മണ്ണാർക്കാട് കുമരംപുത്തൂർ ബാങ്ക് ഹാളിൽ ചേർന്ന സദസ്സിൽ ഏരിയ സെക്രട്ടറി കെ ഫായിസ് അധ്യക്ഷത വഹിച്ചു. എ ഗോപിക, SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, CPM ലോക്കൽ സെക്രട്ടറി അയലക്കര മുഹമ്മദ് അലി, വി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു MP. അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വിവിധ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനാണ് VK ശ്രീകണ്ഠൻ MP സ്റ്റേഷനിൽ എത്തിയത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ റെയിൽവേ മന്ത്രാലയത്തിനോട് ആവശ്യപ്പെട്ടതാണ്. ഇക്കാര്യങ്ങൾ തുടർന്നും റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. വികസനം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ വർഷം തന്നെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേയുടെ കീഴിലുള്ള ഒരു പുതിയ പദ്ധതിയാണ് അമൃത് ഭാരത് പദ്ധതി. അതിൽ ഓരോ സാമ്പത്തിക വർഷവും 2 പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ MPക്ക് നിർദ്ദേശിക്കാം. അപ്പോൾ ഒരു വർഷം മുമ്പ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച സ്റ്റേഷനുകൾ. ഇപ്പോൾ ഏകദേശം 30 കോടി രൂപയിലധികം 2 സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട വർക്ക് നടന്നു വരിക. അത് ഫിനിഷ് ചെയ്യുന്ന മുറയ്ക്ക് നെക്സ്റ്റ് ഇയർ അടുത്ത സാമ്പത്തിക വർഷം പുതിയ 2 റെയിൽവേ സ്റ്റേഷൻ കൂടെ നിർദ്ദേശിക്കാം. അതിൽ കഴിഞ്ഞ വർഷം തന്നെ ഒന്നാമതായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും രണ്ടാമതായി പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനും നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഈ 2 സ്റ്റേഷനുകളെയും ഉൾപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമം തുടരും. അതോടുകൂടി നമുക്ക് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇതല്ലാതെ തന്നെ പുതിയ കേരളത്തിന് അനുവദിച്ച പുതിയ പിറ്റ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണം നടന്നു വരിക. ഏകദേശം 67 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പിറ്റ് ലൈൻ പദ്ധതി. അതായത് തീവണ്ടികളുടെ ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ഒരു സർവീസ് സെന്ററാണ് പിറ്റ് ലൈൻ. ആ പിറ്റ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അതായത് ഏപ്രിലാണ് പറഞ്ഞ് 4 മാസം കൂടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. പാലക്കാടിന്റെ റെയിൽവേ വികസനത്തിൽ വലിയൊരു മാറ്റമാണ് പിറ്റ് ലൈൻ വരുന്നതോടുകൂടി ഉണ്ടാകുക. പാലക്കാട് നിന്നും നമുക്ക് പുതിയ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലോങ് റണ്ണിങ് ദീർഘദൂര ട്രെയിനുകളാണ് അതിലേറ്റവും പ്രധാനമായിട്ട് അവിടെ ഒരു സർവീസ് സ്റ്റേഷൻ വരുന്നതോടുകൂടിയിട്ട് ആരംഭിക്കാൻ കഴിയും. പട്ടാമ്പിയിൽ റെയിൽവേ അടിപ്പാത ഉൾപ്പെടെയുള്ള പദ്ധതികളും നടപ്പാക്കാനുണ്ട്. പല ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കേണ്ട സാഹചര്യവുമുണ്ട്. അടുത്ത ബജറ്റിൽ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നും MP സൂചിപ്പിച്ചു. അണ്ടർ പാസേജ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പോം വഴി റെയിൽവേയുമായിട്ട് ആലോചിച്ച് ഉടനെ തന്നെ നടപ്പിലാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ആവശ്യപ്പെട്ടത്. രണ്ടാമത്തത് അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പി കൂടെ ഉൾപ്പെടുത്തുക. ഇവിടുത്തെ തീർച്ചയായിട്ടും ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. യാത്രക്കാർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇരിപ്പിടങ്ങൾ ഒഴിച്ചില്ല. അതുപോലെ ഇവിടെ റെസ്റ്റ് റൂമില്ല. ഇതൊന്നും ഇല്ലാതെയാണ് ഇത്രയും കാലം ഈ സ്റ്റേഷൻ മുന്നോട്ട് പോകുന്നത്. മുൻപിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റി തീരെ ഇല്ല. അപ്പം അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് പട്ടാമ്പിയിലെ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം ഉൾപ്പെടെ നമുക്ക് ഒന്നും കൂടി പുനരുദ്ധാരണം നടത്തിയാൽ തീർച്ചയായിട്ടും നിരവധി ട്രെയിനുകൾ
ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അവയ്ക്ക് ആവശ്യമായ ട്രെയിനുകൾക്ക്, എല്ലാ ട്രെയിനും അല്ല, ആവശ്യമായ ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പ് അനുവദിക്കണം എന്നുള്ള ആവശ്യം റെയിൽവേയുടെ പരിഗണനയിലുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദീർഘകാലമായി ആവശ്യപ്പെട്ട ഇന്റർസിറ്റി എക്സ്പ്രസിന് താൽക്കാലികമായ ഒരു സ്റ്റോപ്പ് ലഭിച്ചു. ആ താൽക്കാലിക സ്റ്റോപ്പ് സ്ഥിരമാക്കാൻ യാത്രക്കാരുണ്ടെങ്കിൽ അത് പരിഗണിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും യാത്രക്കാരുടെ പാർസൽ സർവീസ്, ചരക്ക് സർവീസ്, യാത്രക്കാരുടെ യാത്രാ സൗകര്യം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പട്ടാമ്പിയിൽ ഒരു സമഗ്രമായ മാറ്റം റെയിൽവേ സ്റ്റേഷനിലുണ്ടാകും. ഇത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മുഖ്യ അജണ്ട. അതുകൊണ്ട് അടുത്ത റെയിൽവേയുടെ ബഡ്ജറ്റ് യോഗത്തിന്റെ ചർച്ചയാണ് തിങ്കളാഴ്ച മുതൽ. തീർച്ചയായിട്ടും ബഡ്ജറ്റ് ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനവും പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷന്റെ വികസനമാണ്. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 റെയിൽവേ സ്റ്റേഷനുകളാണ്. അതിനുള്ള പ്രവർത്തനമാണ്. KR നാരായണസ്വാമി, CS സാജിദ്, CA റാസി, ET മുഹമ്മദ്, K ബഷീർ, ഉമ്മർ കീഴായൂർ, C സംഗീത തുടങ്ങിയ നേതാക്കളും UDF കൗൺസിലർമാരും MP-ക്കൊപ്പം ഉണ്ടായിരുന്നു. ചെർപ്പശ്ശേരി പന്തിയക്കുറിശി തൂത റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഞായറാഴ്ച നടന്ന ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ വിനിയോഗിച്ചാണ് ചെർപ്പുളശ്ശേരി പന്തിയംകുറിശി തൂത റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ഇതോടെ ഏറെക്കാലമായി നിലനിന്നിരുന്ന പന്തിയംകുറിശി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച നടന്ന ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മിനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ്, കൗൺസിലർമാരായ നൌഷാദ്, ബിജീഷ് കണ്ണൻ തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. അടയ്ക്കാപ്പത്തൂർ PTB സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ PT ഭാസ്കര പണിക്കർ അനുസ്മരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. ഇന്ത്യന്നൂർ ഗോപി മാസ്റ്റർ സ്മാരക സഭാ മന്ദിരത്തിൽ നടന്ന പരിപാടി P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ദരിദ്രജന വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനവും മുന്നോട്ടുവെച്ച സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് പൂർത്തീകരിക്കാൻ നിരന്തരം പരിശ്രമിക്കുകയും സാധാരണ ജനങ്ങൾക്കിടയിൽ ശാസ്ത്രബോധവും വിജ്ഞാനവും എത്തിക്കുവാനും പരിശ്രമിച്ച പ്രചാരകൻ, പൊതുപ്രവർത്തകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ, അധ്യാപകൻ എന്നിങ്ങനെ ഒട്ടനവധി മേഖലകളിൽ മാതൃകാപരമായ ഇടപെടൽ നടത്തിയ PT ഭാസ്കര പണിക്കരുടെ അനുസ്മരണമാണ് അടയ്ക്കാപുത്തൂർ ഇന്ത്യന്നൂർ ഗോപി മാസ്റ്റർ സ്മാരക സഭാ മന്ദിരത്തിൽ വെച്ച് നടന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഞായറാഴ്ച നടന്ന പരിപാടി P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കേണ്ട അനിവാര്യമാണ്. പ്രേമൻ അതുകൊണ്ടാണ് ലീവ് പറഞ്ഞ് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന നിലക്കാണ് പ്രേമൻ പറഞ്ഞു പോയത്. അപ്പൊ അതുകൊണ്ട് വളരെ സമയം നിങ്ങൾ ശ്രമിക്കണം. ഇയാൾക്ക് ഇങ്ങനെ തിരക്കാണെങ്കിൽ പിന്നെ ഇയാളതിന്റെ അവസരത്തിൽ ചിലപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ തിരക്ക് പിടിച്ച ജീവിതമാണ് നമ്മുടെ. അങ്ങനെ തിരക്കിന്റെ ഇടയിലും വിസ്മരിക്കാനോ മാറ്റിവെക്കാനോ കഴിയാത്ത അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് PTBയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുസ്മരണവും ചടങ്ങും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ നമ്മളൊക്കെ തന്നെ കാണുന്ന ഈ കേരളത്തിന്റെ, അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തെ മനോഭാവങ്ങളൊക്കെ തന്നെ ഈ രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായുള്ള ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അസ്ഥിവാരമുണ്ടായ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു PTB എന്ന് പറയാതിരിക്കാൻ നിർമ്മാണം. പരിപാടിയിൽ PT ഭാസ്കര പണിക്കരെ കുറിച്ച് ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ രചിച്ച PT ഭാസ്കര പണിക്കർ മാനവികത ജനാധിപത്യ ശാസ്ത്രബോധം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും നടന്നു. വെളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, KK കൃഷ്ണകുമാർ, K മനോഹരൻ, K ശ്രീധരൻ മാസ്റ്റർ, TK നാരായണദാസ്, TG നിരഞ്ജൻ, KM പരമേശ്വരൻ, K പ്രജേഷ് കുമാർ, പത്മപ്രിയ C, പ്രേമ K, ബിന്ദു V, അനിൽകുമാർ, ഡോക്ടർ അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പട്ടാമ്പിയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. KSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകിയത്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സബ് ജില്ലയിൽ ഏതാണ്ട് 20
20-ലധികം അധ്യാപകർ വിരമിക്കുന്നു. നേതാക്കളായ ഈ സഖാക്കളെ സംബന്ധിച്ച് വ്യത്യസ്ത രീതിയിൽ നമ്മുടെ സംഘടനയിലേക്ക് കടന്നു വരും എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ കുറച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ ഏറ്റെടുത്ത നേതാക്കളുണ്ട്. ഉറച്ച കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന് KSTയുടെ ജില്ലാ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചവരുണ്ട്. ആ നിലയിലെല്ലാം വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഒഴുകിയെത്തി ഒരു പൊതുധാരയുടെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ, നാം ജീവിക്കുന്ന സമൂഹത്തെ, ചുറ്റുപാടിനെയെല്ലാം പുരോഗമനപരമായി മുന്നോട്ട് നയിക്കാൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, സർവീസ് ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ച സഖാക്കളാണ് ഇന്നിവിടെ നിന്ന് വിരമിക്കുന്ന ജില്ലാ നേതാക്കളായ സഖാക്കൾ. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതും ഓരോരുത്തരും. പട്ടാമ്പി ഉപജില്ലാ പ്രസിഡന്റ് KC ഷാജിമോൻ അധ്യക്ഷനായി. സെക്രട്ടറി VP മനോജ്, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഉണ്ണികൃഷ്ണൻ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രസാദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ബാലകൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MP വിപിനൻ, K ജയപ്രകാശ്, A ഷെമി, M ശ്രീദേവി, S മിനി, M സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗവും നടത്തി. പാലക്കീഴ് സാഹിത്യ പുരസ്കാരം ആദിത് കൃഷ്ണയ്ക്ക് സമ്മാനിച്ചു. പെരിന്തൽമണ്ണ KSTA ഹാളിൽ നടന്ന ചടങ്ങിൽ KT ജലീൽ MLA ആണ് പുരസ്കാരം കൈമാറിയത്. പാലക്കീഴിൻ്റെ ജീവിതവും ചിന്തകളും എഴുത്തുമെല്ലാം മതനിരപേക്ഷമായിരുന്നുവെന്ന് KT ജലീൽ പറഞ്ഞു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന പാലക്കീഴ് നാരായണന്റെ സ്മരണയ്ക്കായി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പാലക്കീഴ് സാഹിത്യ പുരസ്കാരം ആദിത് കൃഷ്ണയ്ക്ക് മുൻ മന്ത്രി ഡോക്ടർ KT ജലീൽ സമ്മാനിച്ചു. നവോത്ഥാന പ്രവർത്തകരും സാമൂഹ്യ പരിഷ്കർത്താക്കളുമായി ചുരുക്കം ചില എഴുത്തുകാർ മാത്രമാണ് ഉള്ളത്. പാലക്കീഴിന്റെ ജീവിതവും എഴുത്തും മതനിരപേക്ഷമായിരുന്നുവെന്ന് KT ജലീൽ MLA അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയാൻ കഴിയുന്ന സാഹിത്യകാരൻ, എഴുത്തുകാരൻ, നമ്മൾ മൊത്തം എഴുത്ത് രചയിതാക്കളുടെ ഒരു പട്ടിക പരിശോധിച്ചു നോക്കുക. അവരിൽ ആരാണ് നവോത്ഥാന നായകനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും? സാമൂഹ്യ പരിഷ്കർത്താവായ കവി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എത്ര പേരെ ആയിരിക്കും? വളരെ ചുരുക്കം പേരെയാണ്. അങ്ങനെ വളരെ ചുരുക്കം പേരിൽ ഉൾപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ് പ്രൊഫസർ പാലക്കീഴ് നാരായണൻ മാഷ്. അദ്ദേഹം തൻ്റെ രചനകൾ, തൻ്റെ ജീവിതമൊക്കെ തന്നെ തീർത്തും മതനിരപേക്ഷമായി ജീവിക്കുകയും കാലവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്ത മഹത് വ്യക്തിയാണ്. പാലക്കീഴ് പുരസ്കാരം കരസ്ഥമാക്കിയ ആദിത് കൃഷ്ണ വളർന്നുവരുന്ന എഴുത്തുകാരനെന്നും എഴുത്തിന്റെ ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഒട്ടേറെ രചനകൾ ഇനിയും സൃഷ്ടിക്കപ്പെടണമെന്നും KT ജലീൽ ആശംസിച്ചു. ആദിത് കൃഷ്ണ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ MA മലയാളം 2ാം വർഷ വിദ്യാർത്ഥിയാണ്. നല്ല ഒരു എഴുത്തുകാരനാണ്. പല രചനകളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ കുട്ടിക്കാലത്തിനിടയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1000 റഹീമികളുടെ തമ്പുരാട്ടി എന്ന പുസ്തകമാണ് സാഹിത്യ പുരസ്കാരത്തിനായി ബന്ധപ്പെട്ടവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 സംസ്കാരങ്ങളെ, മുഗൾ കാലഘട്ടത്തിലെ ഡൽഹിയുടെയും ബംഗാളിലെ അരക്ഷിതത്വം നിറഞ്ഞ തെരുവുകളുടെയും ചിത്രങ്ങൾ നമുക്ക് ഈ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് ഈ പുസ്തകത്തിന്റെ പുറംകട്ടയിൽ എഴുതി വച്ചിട്ടുണ്ട്. 2 സ്ത്രീകളിലൂടെ 2 സംസ്കാരങ്ങളുടെ കഥ പറയുകയാണ് ആദിത് കൃഷ്ണ. ആദിത് കൃഷ്ണക്ക് ഇനിയും ഒരുപാട് എഴുത്തിന്റെ ലോകത്ത് ജ്വലിച്ചു നിൽക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാലക്കീഴ് മാഷുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പാലക്കീഴ് സാഹിത്യ പുരസ്കാരം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ്, സമയത്തിന് മുൻപ് ആദിത് കൃഷ്ണക്ക് സമർപ്പിക്കുകയുണ്ടായി. ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KP രമണൻ പാലക്കീഴ് അനുസ്മരണ പ്രഭാഷണം നടത്തി. EN മോഹൻദാസ്, PP വാസുദേവൻ, TKA ഷാഫി, K ബദറുന്നീസ, സി വാസുദേവൻ, MK ശ്രീധരൻ, വേണു പാലൂർ, PM സാവിത്രി, ആദിത് കൃഷ്ണ എന്നിവർ സംസാരിച്ചു.
ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ കുടുംബശ്രീയുടെ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങി. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷനിലെ ശിശു സൗഹൃദ കെട്ടിടത്തിലാണ് കേന്ദ്രം തുടങ്ങിയത്. 2 ദിവസമാണ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇവിടെ ഉണ്ടാവുക. ഷൊർണൂർ സബ് ഡിവിഷൻ പരിധിയിലെ സ്റ്റേഷനുകളിലെ സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുക ഒറ്റപ്പാലത്തെ കേന്ദ്രത്തിലാകും. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. ഇല്ലാതെ മുന്നോട്ട് പോകാനാവുക എന്നും പരാതി പറയാൻ ആക്ഷേപങ്ങളോ ആവലാതികളോ പറയാൻ എത്തുന്നവർക്ക് അവരെ കേൾക്കുക എന്ന് പറയുന്ന പ്രാഥമികമായിട്ടുള്ള കാര്യം പല സാഹചര്യങ്ങളിൽ അത് കൃത്യമായി നിർവഹിക്കപ്പെടാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ ഒഴിവുകൾ പൂർണ്ണമായും നികത്തിയും വനിതാ പ്രാതിനിധ്യം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചു ഒരു സേനയെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഫലപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സംവിധാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. എന്നാൽ ആ പരിശ്രമങ്ങളോടൊപ്പം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് നേടിയിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, ഷൊർണൂർ DYSP ആർ മനോജ് കുമാർ, ഒറ്റപ്പാലം ASP അച്യുത് അശോക്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൽ നാസർ, ടിലേദ, കുടുംബശ്രീ ജില്ലാ മിഷൻ കമ്മ്യൂണിറ്റി കൗൺസിലർ നിത്യ കെ സുരേന്ദ്രൻ, കൗൺസിലർ, CDS ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ സംസാരിച്ചു. തകർന്ന തരിപ്പണമായി ഭീമനാട് പാറപ്പുറം റോഡ്. കുമരപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാത ഭീമനാട് സെന്ററിൽ നിന്നും കോട്ടപ്പാടം തിരുവിഴാക്കുന്ന് റോഡിലേക്ക് പോകുന്ന 1 കിലോമീറ്ററോളം ഭാഗമാണ് അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനാൽ തകർന്നു കിടക്കുന്നത്. ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ ദുരിതയാത്ര നടത്തുന്നത്. കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാത കടന്നു പോകുന്ന ഭീമനാട് സെന്ററിൽ നിന്നും കോട്ടപ്പാടം തിരുവിഴാംകുന്നിലേക്ക് പോകുന്ന റോഡിന്റെ 1 കിലോമീറ്ററോളം ഭാഗമാണ് തകർന്നു കിടക്കുന്നത്. കഴിഞ്ഞ മഴയിലുണ്ടായ വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്ക് കാരണം പലയിടങ്ങളിലും വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന് കുറുകെ പൊട്ടിപ്പൊളിഞ്ഞതോടെ നാട്ടുകാർ താൽക്കാലികമായി മണ്ണ് നികത്തിയാണ് കുഴികൾ അടച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ റോഡിന്റെ വശങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. പാറപ്പുറം, കച്ചേരിപ്പടി, മാളിക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഈ റോഡെന്നിരിക്കെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് റോഡിനെ ആശ്രയിച്ച് കടന്നു പോകുന്നത്. ചരക്കുമായി പോകുന്ന ചെറുവാഹനങ്ങൾ കുഴികളിൽ ചാടുന്നതോടെ അവ റോഡിലേക്ക് വീഴുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. മണ്ണാർക്കാട് മേഖലയിൽ ഗ്രാമീണ റോഡുകളെല്ലാം നവീകരിക്കുമ്പോൾ അധികൃതരുടെ കനിവിനായി കാത്തുകിടക്കുകയാണ് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഭീമനാട് പാറപ്പുറം റോഡ്. KSTU പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല എന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും ഉപജില്ലാ തലത്തിൽ നടത്തിയ LSS, USS മോഡൽ പരീക്ഷകളിൽ മികച്ച സ്കോർ നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു. KSTU ഉപജില്ലാ പ്രസിഡന്റ് CK ഷമീർ ബാബു അധ്യക്ഷനായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉപഹാരങ്ങൾ നൽകി. LSS, USS മാതൃകാ പരീക്ഷയിൽ മികച്ച സ്കോർ നേടിയ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ KPCC അംഗം റിയാസ് മുക്കോളി വിതരണം ചെയ്തു. ഓരോ ചുവടും ഏറെ നിർണായകമാണ്. അധ്യാപക സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിലേക്ക് അത്ഭുതപ്പെടുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമുക്കൊക്കെ ചില ധാരണകൾ ഉണ്ടായിരുന്നു. ചില ഒരുപക്ഷെ ആൺകുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര പ്രായമുള്ള ആളുകളായിരിക്കാം എന്നൊക്കെ ഒരു ധാരണകൾ, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് നമ്മൾ അധ്യാപക സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. ഇന്ന് സുലഭമായി
ഓരോ വസ്തുക്കളും മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ഓരോ വസ്തുക്കളും ഇന്ന് സുലഭമാണ്. പ്രായഭേദമന്യാണ്, അത് ജെൻഡർ ഭേദമന്യാണ് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. KSTU സംസ്ഥാന സെക്രട്ടറി നാസർ തിളത്ത്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ് കൈപ്പുറം, മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ, KSTU സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ സി ഖാലിദ്, പി അബ്ദുൽ നാസർ, ജില്ലാ ട്രഷറർ സത്താർ താണിയൻ, ജില്ലാ സെക്രട്ടറി റഷീദ് മരുദൂർ, വിവിധ സംഘടനാ പ്രതിനിധികളായ പി സുരേഷ് ബാബു, ശിഹാബുദ്ദീൻ തങ്ങൾ, PP നിസാർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി SNGS കോളേജ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷാ, മുസ്തഫ മുണ്ടുമൽ എന്നിവർ ഇഫ്താർ സന്ദേശം നൽകി. ഏപ്രിൽ 21 ഈശ്വരമംഗലത്ത് വെച്ച് നടക്കുന്ന AM ശങ്കരനാരായണൻ അനുസ്മരണത്തിന്റെ ഭാഗമായി പ്രമുഖ കണ്ണാശുപത്രിയും CPM ഈശ്വരമംഗലം ബ്രാഞ്ചും സംയുക്തമായി സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പ് നടത്തി. പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായർ ആശാന്റെ സ്മരണാർത്ഥമുള്ള ഈ വർഷത്തെ രാജസം പുരസ്കാരം ജേതാവ് നെടുമ്പള്ളി രാമോഹനെ ചടങ്ങിൽ ആദരിച്ചു. ആദര പരിപാടിയും മെഡിക്കൽ ക്യാമ്പും K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സംഗീത രംഗത്തെ കുലപതികളിൽ ഒരാളായിട്ടുള്ള ആളാണ് ശ്രീ നെടുമ്പള്ളി രാമോഹൻ. ശ്രീ രാമോഹൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മീര രാമോഹൻ, അദ്ദേഹത്തിന്റെ മകൻ, അവരെല്ലാം എത്രയോ വർഷങ്ങളായി സംസ്ഥാന തലത്തിൽ കലോത്സവ വേദികളിലൊക്കെ ശ്രീകൃഷ്ണപുരത്തിന്റെയും പാലക്കാടിന്റെയും കേരളത്തിന്റെയും അഭിമാനമായി മാറിയിട്ടുള്ള മകനാണ് അദ്ദേഹത്തിന്റെ രാമോഹന്റെ മകൻ എന്നതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ നേത്രപരിശോധന ക്യാമ്പ് നടത്തുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള മികച്ച കലാകാരന്മാരെ ആദരിക്കുന്നതിനുള്ള ഒരു അവസരമാക്കി കൂടി ഇതിനെ മാറ്റുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. CPM ലോക്കൽ കമ്മിറ്റി അംഗവും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ MK പ്രദീപ് അധ്യക്ഷത വഹിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി P മുകുന്ദൻ, നെടുമ്പള്ളി രാംമോഹൻ, AS മധു, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 21 AM അനുസ്മരണ പൊതുയോഗം ഈശ്വരമംഗലത്ത് CPM ഏരിയ സെക്രട്ടറി K ജയദേവൻ ഉദ്ഘാടനം ചെയ്യും. ഒരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് എൻഡോവ്മെന്റ് വിതരണവും കുളത്തൂർ ശിവശങ്കരൻ അനുസ്മരണ സമ്മേളനവും പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തിൽ നടന്നു. ചടങ്ങ് ഡോക്ടർ രാമദാസ് ഉദ്ഘാടനം ചെയ്തു. ട്രൈബൽ ഹോസ്റ്റൽ കോർഡിനേറ്റർ K രവി അധ്യക്ഷത വഹിച്ചു. കുളത്തൂർ ശിവശങ്കരൻ എൻഡോവ്മെന്റ് ഡോക്ടർ S രാമദാസ് ഹോസ്റ്റൽ വിദ്യാർത്ഥികളായ MM വിജിത, S സുനിൽ കുമാർ എന്നിവർക്ക് നൽകി. KS ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സുപ്രിയ, KK രാധാകൃഷ്ണൻ പൊറ്റമേൽ, ഡോക്ടർ കൊച്ചു S മണി, ഡോക്ടർ നിലാർ മുഹമ്മദ്, ബിജുമോൻ പന്ത്രകുലം, K പ്രസാദ് മേലാറ്റൂർ, ഡോക്ടർ അമൃതം കൃഷ്ണദാസ്, ഡോക്ടർ ഫെബിന സീതി, P സതീദേവി, A കൃഷ്ണദാസ്, ബേബി ഗിരിജ, വിനോദ് ബാബു, ഡോക്ടർ നിഖിൽ, സിന്ധു, സെക്രട്ടറി KT വിജയകുമാർ, MP അംബികാദേവി മേലാറ്റൂർ, ഹോസ്റ്റൽ വിദ്യാർത്ഥികളായ MM ഉണ്ണികൃഷ്ണൻ, E അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ട്രൈബൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് സദ്യയും ഒരുക്കിയിരുന്നു. മലപ്പുറം കേന്ദ്രീകരിച്ച് 21 വർഷമായി പ്രവർത്തിക്കുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബ് കമ്മിറ്റി ജാതിമത ഭേദമന്യേ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. പാലോട് നടന്ന പരിപാടി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. പാലോട് മുഹമ്മദ് കുട്ടി സക്കാഫിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് 21 വർഷമായി പ്രവർത്തിക്കുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബ് കമ്മിറ്റിയാണ് ഇഫ്താർ കിറ്റുകൾ നൽകിയത്. അർഹരായ മുസ്ലിം കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റുകളും നമസ്കാര വസ്ത്രങ്ങളുമാണ് നൽകിയത്. ഇതര മതസ്ഥരെ കണ്ടെത്തി അവർക്ക് ഭക്ഷ്യദാന കിറ്റുകളും നൽകി. തച്ചനാട്ടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 100-ലധികം കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. പാലോട് നടന്ന പരിപാടി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. വിശക്കുന്നവന് ഒരു കാരണവശാലും അവനെന്തില്ല, വിശപ്പിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ആർക്കും, ഏത് ജാതിക്കാരനും ഏത് മനുഷ്യനും ഉണ്ടാകുന്ന വിശപ്പ് എന്ന് പറയുന്നത് സമാനമാണ്. ദാഹത്തിനും മതമോ രാഷ്ട്രീയമോ ദേശഭാഷാ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. അവനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനുഷ്യത്വം പ്രകടമാകുന്ന ഏറ്റവും മനോഹരമായ അവസരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സ്വാലിഹ് തങ്ങൾ അധ്യക്ഷനായി.
CPM തച്ചനാട്ടുകര ലോക്കൽ സെക്രട്ടറി എൻ രാമകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് മുരളി കുണ്ടൂർക്കുന്ന്, അബ്ദുൽ ഹമീദ് മളാഹിരി, മുഹമ്മദ് കുട്ടി സക്കാഫി പാലോട്, സെയ്തലവി സക്കാഫി മലേഷ്യ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ മാർക്കറ്റ് ബോയ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇത്തവണയും മെഗാ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ഒട്ടേറെ പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമം പരസ്പര സാഹോദര്യവും ഐക്യവും വിളിച്ചോതി. പെരിന്തൽമണ്ണ മാർക്കറ്റ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ജാതിമതഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പരസ്പരം സ്നേഹവും സാഹോദര്യവും പങ്കിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് നോമ്പ് തുറന്നു. മാർക്കറ്റിലെ കച്ചവടക്കാരും തൊഴിലാളികളും ചേർന്നാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. നഗരസഭാ ചെയർമാൻ പി ഷാജി, ADM NM മെഹ്റലി, ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ്, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, വൈസ് പ്രസിഡന്റ് ചമയം ബാപ്പു, സെക്രട്ടറി സെയ്തലവി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാംപുരം, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കാജ മുഹ്യുദ്ദീൻ, വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് സലാം ഗൾഫോൺ, സെക്രട്ടറി PP അബ്ബാസ്, യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നെച്ചിയിൽ, സെക്രട്ടറി ഇക്ബാൽ, INTUC നേതാവ് സുബൈർ പച്ചേരി, CIT ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി ഹനീഫ വള്ളൂരാൻ, താമരത്ത് ഹംസു, സ്വാതന്ത്ര്യം കോർഡിനേറ്റർ ഷലീം കീഴ്ശ്ശേരി, ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ നെച്ചിയിൽ തുടങ്ങിയവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. മാർക്കറ്റ് ബോയ്സ് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ വളരെ സജീവമായി ഉള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇതേപോലെ ഇഫ്താർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക രംഗത്തുള്ള പ്രവർത്തനമൊക്കെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് മാർക്കറ്റ് ബോയ്സ് പെരിന്തൽമണ്ണ. അതിൻ്റെ കീഴിൽ എല്ലാ വർഷവും ഇതുപോലത്തെ ഇഫ്താർ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പെരിന്തൽമണ്ണയിലെ രാഷ്ട്രീയ മത നേതാക്കളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായ സമിതി തുടങ്ങി എല്ലാ തുറയിൽപ്പെട്ട ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഇഫ്താർ സംഘടിപ്പിക്കുന്നത്. മാർക്കറ്റിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ വളരെ സഹകരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപാരികൾ, തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവർമാർ തുടങ്ങിയവരാണ് വിഭവങ്ങൾ ഒരുക്കുന്നതിനും ഇഫ്താർ സംഗമത്തിനും നേതൃത്വം നൽകിയത്. കഴിഞ്ഞ വർഷങ്ങളിലും പെരിന്തൽമണ്ണ മാർക്കറ്റ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അലനല്ലൂർ ക്രിക്കറ്റ് ക്ലബ്ബ് ഇഫ്താർ 2025 സംഘടിപ്പിച്ചു. പാലക്കാട് ഡിവിഷൻ ചാമ്പ്യൻഷിപ്പ് നേടിയ വാണിയംകുളം ക്രിക്കറ്റ് ക്ലബ്ബ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പാലക്കാട് D ഡിവിഷൻ ലീഗ് മത്സരത്തിൽ ചാമ്പ്യന്മാരായ വാണിയംകുളം ക്രിക്കറ്റ് ക്ലബ്ബ് അംഗങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു. ഒരു മാസം നീണ്ടുനിന്ന മത്സരത്തിൽ 8 ടീമുകളാണ് ഉണ്ടായിരുന്നത്. ACCയുടെ 39ാമത്തെ വാർഷികം എന്നൊരു ഇഫ്താർ മീറ്റോടെ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ വാർഷികാഘോഷത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. D ഡിവിഷൻ്റെ വിന്നേഴ്സ് ആയിട്ടുള്ള വാണിയംകുളം CCയുടെ അനുമോദിക്കണം ഇന്നത്തെ ചടങ്ങ്. പാലക്കാട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വളരെ ശക്തമായ അസോസിയേഷൻ്റെ D ഡിവിഷൻ ഏറ്റവും എല്ലാ മത്സരങ്ങളും വിജയിച്ച് വാണിയംകുളം CC അതിൻ്റെ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ്, ഒരു അനുമോദന ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വിവിധ ക്ലബ്ബ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഇഫ്താർ വിരുന്നും ചടങ്ങിനു ശേഷം സംഘടിപ്പിച്ചു. അലനല്ലൂർ ക്രിക്കറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് നൌഫിൽ കിടത്ത്, ഗദാഫി ആലയാൻ, മേലാറ്റൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ, കാസിം ആലയാൻ, രാധാകൃഷ്ണൻ, വേണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അബ്ദുൽ സലീം, ഷമീർ തോണൂരാൻ, CA ലുക്മാൻ, നാസർ കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണ തിരൂർക്കാട് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 2. അപകടത്തിൽ പരിക്കേറ്റ വണ്ടൂർ സ്വദേശിനി 20-കാരി ഷെൻഫയും മരിച്ചു. ശനിയാഴ്ചയുണ്ടായ അപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശി ശ്രീനന്ദയും മരിച്ചു. വാണിയംകുളത്ത് കിണറിൽ വീണ ഗ്രില്ലെടുക്കാനിറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു. പുലാശ്ശേരി വീട്ടിൽ ഹരിയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു.
ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന SFIക്കാരെ കുറ്റക്കാരായി ചിത്രീകരിക്കാൻ പ്രതിപക്ഷം ഗൂഢനീക്കം നടത്തുകയാണെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ്. കളമശ്ശേരി ക്യാമ്പസിലുണ്ടായ സംഭവം ആവർത്തിക്കാൻ പാടില്ലാത്തതെന്നും SFI ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാന പ്രസിഡന്റ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനം പ്രഥമ പരിഗണന നൽകി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന VK ശ്രീകണ്ഠൻ MP. അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MP. സ്റ്റേഷൻ MP സന്ദർശിച്ചു. ചെർപ്പശ്ശേരി പന്ന്യംകുറിശി തൂതാർ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചു. 4 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. ഏറെക്കാലമായുള്ള യാത്രാ ദുരിതത്തിന് അറുതിയാകുമെന്ന് പ്രതീക്ഷ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.